പ്രേക്ഷകൻ എന്ന നിലയിലല്ലാതെ മറ്റൊരു തരം ബന്ധവും സിനിമയുമായി എനിക്കില്ല. എന്നിട്ട് കൂടി 2025 ജൂൺ മാസം 5-ന് ഒരു ഇളം ചലച്ചിത്ര പ്രവർത്തകൻ എന്നെ വിളിച്ചു. ഞങ്ങൾക്കിടയിൽ മുൻപരിചയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ സൗഹൃദവും സംഭവിച്ചിരുന്നില്ല. എന്നിട്ടും ആ ചലച്ചിത്ര പ്രവർത്തകൻ എന്നെ വിളിച്ചത് വാട്സപ്പിൽ വിളിച്ചോട്ടെ എന്ന് അനുവാദം ചോദിക്കാനായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ നമ്പറിലേക്ക് ആദ്യം ഒന്ന് വിളിക്കുന്നു, ശേഷം എന്നോട് ചോദിച്ചു ഞാൻ വാട്സപ്പിൽ ഒന്ന് വിളിച്ചോട്ടെ. ആലോചന കൂടാതെ തന്നെ ആവശ്യപ്പെട്ട അളവിലുള്ള അനുവാദം വളരെ ഉദാര ബുദ്ധിയോടുകൂടി ഞാൻ അദ്ദേഹത്തിന് സംഭാവന ചെയ്യുകയും ചെയ്തു. അത്രത്തോളം മാന്യനായിട്ടുള്ള ആ ഇളം ചലച്ചിത്ര പ്രവർത്തകൻ അപ്പോൾ തന്നെ എന്നെ വാട്സാപ്പിലൂടെ വീണ്ടും വിളിച്ചു. വാട്സാപ്പ് ആണെങ്കിൽ റെക്കോർഡ് ചെയ്യപ്പെടില്ല എന്നൊക്കെ അറിയാവുന്ന ഒരു സാങ്കേതിക ജ്ഞാനിയാണല്ലോ യുവ ചലച്ചിത്രകാരനെന്ന് എനിക്ക് തോന്നുകയും ചെയ്തു. മാത്രവുമല്ല, റെക്കോർഡ് ചെയ്യപ്പെടാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളാണ് തനിക്ക് പോങ്ങനോട് പറയാനുള്ളതെന്ന ആ തിരിച്ചറിവും അല്ലെങ്കിൽ വകതിരിവും ഇളംവേന്ദ്രനായിട്ടുള്ള ആ യുവ ചലച്ചിത്രകാരന്റെ മണ്ടയിൽ ഉണ്ടല്ലോ എന്ന് പറയുന്ന ആലോചനയും എന്റെ ഉള്ളിൽ സംഭവിച്ചു. മറ്റുള്ളവരുടെ സംസാരം റെക്കോർഡ് ചെയ്ത് പരസ്യപ്പെടുത്തുന്ന സ്വഭാവം എനിക്കില്ല എന്ന് അറിയാൻ പോലുമുള്ള പരിചയം ഞങ്ങൾക്കിടയിൽ ഇല്ലാതെ പോയല്ലോ എന്ന് പറയുന്ന ചിന്തയോടൊപ്പം അദ്ദേഹമൊക്കെ യൂട്യൂബർമാരെ കാണുന്നത് ഇങ്ങനാണല്ലോ, അല്ലെങ്കിൽ സ്വകാര്യ സംസാരം പോലും റെക്കോർഡ് ചെയ്ത് പരസ്യപ്പെടുത്തുന്ന അത്രയും നീചരും ഹീനരും അപരിഷ്കൃതരുമായിട്ടുള്ള കൂട്ടരാണല്ലോ ഈ യൂട്യൂബർമാർ എന്ന വിചാരവും അദ്ദേഹം കൊണ്ടു നടക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ആലോചനയോടുകൂടി തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ കേട്ടത്. എന്തായാലും സൂക്ഷം 53 മിനിറ്റുകൾ അദ്ദേഹം എന്നോട് സംസാരിച്ചു. ഏതാനും മൂളലുകൾ, നേർത്ത ചില ഞരക്കങ്ങൾ, ദീർഘനിശ്വാസങ്ങൾ, നിശബ്ദമായിട്ടുള്ള തലയാട്ടലുകൾ, മൗനം, അതുപോലെ തന്നെ സമ്പൂർണ്ണ ശ്രദ്ധ, ഇവയൊക്കെയായിരുന്നു അത്രയും നേരം ഞങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള സംസാരത്തിനായി ഈ പോങ്ങൻ നൽകിയിട്ടുള്ള സംഭാവനകൾ. എന്റെ ക്ഷേമം അദ്ദേഹം അന്വേഷിക്കുകയോ സ്വന്തം സാമാന്യ മര്യാദയെ മാനിച്ച് അദ്ദേഹത്തിന്റെ ക്ഷേമം അന്വേഷിക്കാനുള്ള അവസരം എനിക്ക് ലഭിക്കുകയോ ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം അദ്ദേഹം എനിക്ക് നൽകുക പോലും ചെയ്തില്ല. വാക്കുകൾ തൊടുക്കുന്ന ഒരു മനുഷ്യ യന്ത്രം പോലെ അദ്ദേഹം എന്റെ കാതുകളിൽ ഏതാണ്ട് 1 മണിക്കൂറോളം പ്രവർത്തിച്ചു എന്നുള്ളതാണ് സത്യം. സൂക്ഷം പറഞ്ഞു കഴിഞ്ഞാൽ 53 മിനിറ്റുകൾ. ഓർക്കണം, വിളിച്ച വ്യക്തിയുമായി എനിക്ക് സൗഹൃദ ബന്ധമില്ല, ഞങ്ങൾക്കിടയിൽ മുൻപരിചയവുമില്ല. എന്റെ നമ്പർ അദ്ദേഹത്തിന് നൽകിയ വ്യക്തിയെപ്പറ്റി അവസാനം ഞാൻ പറയാം. ഓർക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല, എങ്കിൽ പോലും അതും പറയേണ്ടതുണ്ട്. എന്തായാലും എന്നെ വിളിച്ച ആ ഇളം ചലച്ചിത്രകാരൻ ഉണ്ണി മുകുന്ദന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിട്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം എന്നോട് സംസാരിച്ചത് പ്രധാനമായും ഉണ്ണിയെപ്പറ്റി ഉണ്ണിയെപ്പറ്റി മാത്രവുമായിരുന്നു. എന്നാൽ ഞാൻ കരുതിയതുപോലെ ഉണ്ണി മുകുന്ദന്റെ സുഹൃത്തായിട്ടല്ല അദ്ദേഹം എന്നോട് സംസാരിച്ചത് കേട്ടോ. ഒരുപക്ഷെ എന്റെ സ്ഥാനത്ത് ഉണ്ണിയുടെ അമ്മയാണ് ആ ചലച്ചിത്ര പ്രവർത്തകനെ കേട്ടിരുന്നതെങ്കിൽ പെറ്റമ്മയാണെന്ന കാര്യം പോലും മറന്ന് ആ അമ്മ ഉണ്ണിയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിരിക്കും, അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കിയിരിക്കും. ഏതെങ്കിലും ഒന്ന് നടക്കും. അത്രത്തോളം മാരകവും കെട്ടുറപ്പുള്ളതുമായിട്ടുള്ള വൈരാഗ്യ വർത്തമാനങ്ങളാണ് ഉണ്ണിയുടെ സ്നേഹിതൻ, അല്ലെങ്കിൽ ഉണ്ണിയുടെ സ്നേഹിതനാണെന്ന് ഞാൻ മനസ്സിലാക്കിയ ആ ചലച്ചിത്രകാരൻ എന്നോട് പറഞ്ഞത്. സ്നേഹിതനായിരുന്ന ഒരുവന്റെ ശത്രുവാകാൻ ഒരാൾ തീരുമാനിക്കുന്നതിന് പിന്നിൽ അയാൾക്ക് തീർച്ചയായിട്ടും അയാളുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഉണ്ണി മുകുന്ദനെ ശത്രുവായി സമീപിക്കാൻ ചലച്ചിത്രകാരനെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ അദ്ദേഹം എന്നോട് വളരെ വിശദമായി പറഞ്ഞു. ഞാൻ അതത്രയും വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്തു. കൂട്ടുകാരനോട് കൂട്ടുവെട്ടാനുള്ള അവകാശം സൗഹൃദത്തിന്റെ ഭരണഘടന സൗഹൃദ ലോകത്തെ പൗരന്മാർക്ക് അനുവദിച്ച് നൽകിയിരിക്കുന്നതാണെന്ന ബോധ്യം എനിക്കുള്ളതുകൊണ്ട് ചലച്ചിത്രകാരന് ഉണ്ണി മുകുന്ദനോടുള്ള പിണക്കത്തിൽ അന്യായമായി ഞാനൊന്നും കണ്ടില്ല. എന്നാൽ അവരുടെ പൊതുസുഹൃത്തല്ലാത്ത എന്നെ വിളിച്ച് പഴയ സ്നേഹിതനെ പഴിച്ചുകൊണ്ട് സംസാരിച്ചതിന് പിന്നിലുള്ള ഉദ്ദേശം പക്ഷേ എനിക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എങ്കിലും ഒരു സഹജീവിയോട് അതെന്തിൻ്റെ പേരിലായാലും തൻ്റെ ഒരു വിചാരം പങ്കുവയ്ക്കുന്നതിൽ അത് അപരിചിതനാണെങ്കിൽ പോലും അതിൽ ഒരു മോശമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. മനുഷ്യരല്ലേ, സ്വാഭാവികമായും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയി എന്ന് വരും. എന്തായാലും അദ്ദേഹം വിവരിച്ചു തന്ന ഉണ്ണി മുകുന്ദന്റെ കൊള്ളരുതായ്മകളെ പറ്റി ഞാൻ എന്റെ പ്രേക്ഷകരെ അറിയിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആ വിളിയുടെ യഥാർത്ഥ ഉന്നം. ഉണ്ണി മുകുന്ദനോടുള്ള വിരോധത്തിന്റെ കാരണങ്ങൾ വളരെ കൃത്യമായി ആ യുവ ചലച്ചിത്രകാരൻ എനിക്ക് മുന്നിൽ ന്യായീകരണ ബുദ്ധിയോടുകൂടി നിരത്തി എന്ന് പറയുന്നതാണ് ശരി. വളരെ ന്യായീകരണ ബുദ്ധിയോടുകൂടി എല്ലാം ഞാൻ കേട്ടു. മുൻവിധികൾ കൂടാതെ തന്നെയാണ് കേട്ടത്. എന്നാൽ അതെനിക്ക് എൻ്റെ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കിടാൻ പ്രയാസമുണ്ടായിരുന്നു എന്നുള്ളതും സത്യമാണ്. അദ്ദേഹത്തിൻ്റെ വികാരങ്ങളെയോ വിചാരങ്ങളെയോ വിശദീകരണങ്ങളെയോ ന്യായീകരണങ്ങളെയോ ഒന്നും മോശമായി കാണുന്നത് കൊണ്ടല്ല. പക്ഷേ ചലച്ചിത്രകാരൻ്റെ ന്യായീകരണം ഞാൻ കേട്ടു എന്നുള്ളത് സത്യം. എന്നാൽ ഉണ്ണി മുകുന്ദന് അതിന്മേൽ എന്ത് വിശദീകരണമാണ് നൽകാനുള്ളതെന്ന് മനസ്സിലാക്കാതെ ഒരു ഭാഗം മാത്രം കേട്ടുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ഈ ഒരു പൊതു ഇടത്തിലിരുന്നു കൊണ്ട് പറയുന്നതിൽ അനീതിയുണ്ടെന്ന് എനിക്ക് തോന്നി എന്നുള്ളതാണ് സത്യം. മാത്രവുമല്ല, എന്നോട് ചലച്ചിത്രകാരൻ പങ്കുവച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ഉണ്ണിയിൽ ആ ചലച്ചിത്രകാരൻ ദർശിച്ച കുറവുകൾ,
പൊതുജനങ്ങളെയോ ചലച്ചിത്ര ലോകത്തെയോ പ്രേക്ഷക സമൂഹത്തെയോ ഒന്നും ഒരു നിലയിലും ദോഷമായി ബാധിക്കുന്ന സംഗതിയേ അല്ല. അതുകൊണ്ട് തന്നെ ചലച്ചിത്രകാരൻ്റെ വാക്കുകളെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഉണ്ണിക്കെതിരെ നിലപാട് സ്വീകരണം നടത്താനോ അഭിപ്രായ പ്രകടനം കാഴ്ചവെക്കാനോ എനിക്ക് താല്പര്യം തോന്നിയില്ല എന്നുള്ളതാണ് നേരെ. എന്നാൽ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ, കൃത്യമായി പറഞ്ഞാൽ 2025 ജൂൺ മാസം 27 ഈ ചലച്ചിത്രകാരൻ എനിക്കൊരു വീഡിയോയുടെ ലിങ്ക് അയച്ചു തന്നു. ശ്രീ ഷാജൻ സ്കറിയ ഉണ്ണി മുകുന്ദനെതിരെ നാവോങ്ങിയിരിക്കുന്നതിൻ്റെ വീഡിയോ. സത്യവും ധർമ്മവും കൊണ്ട് ഊടും പാവും തീർത്തതാണ് തൻ്റെ വാർത്തകളെന്നാണല്ലോ ശ്രീ ഷാജൻ സ്കറിയെ വെളിപ്പെടുത്തിയിട്ടുള്ളത്, അല്ലേ? മറുനാട മതസ്ഥരായിട്ടുള്ള ഷാജ വിശ്വാസികൾ അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഷാജൻ സ്കറിയയുടെ എതിർപ്പിന് പാത്രമായിക്കൊണ്ട് പ്രബുദ്ധ കേരളത്തിൽ ആർക്കും അതിജീവിക്കാനാവില്ല എന്നൊരു സാമൂഹ്യ സാഹചര്യം തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു വിചാരം പലർക്കുമുണ്ട്. കാരണം ലക്ഷക്കണക്കിന് മറുനാടൻ മതസ്ഥരായിട്ടുള്ള ഷാജ വിശ്വാസികളാണ് ഈ ഹരിത കേരളത്തിലുള്ളത്. അവരുടെ എതിർപ്പിന് പാത്രമായാൽ, അവരുടെ അപ്രിയത്തിനും അനിഷ്ടത്തിനും പാത്രമായി കഴിഞ്ഞാൽ അതിജീവനം കുറച്ച് ദുസ്സഹമാവും. ഈ പോങ്ങൻ പക്ഷേ ജീവനുള്ള പരേതനായതുകൊണ്ട് അതിജീവന ഭയം പോങ്ങനൊട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഉണ്ണിക്കെതിരെ വാർത്ത പറഞ്ഞ ഷാജൻ സ്കറിയെ വിമർശിച്ചുകൊണ്ട് ഒട്ടും വൈകാതെ ഞാനൊരു വീഡിയോ ചെയ്യുകയും ചെയ്തു. ഉണ്ണി മുകുന്ദനെ സഹായിക്കാനോ രക്ഷിക്കാനോ കഴിവുള്ള ഒരുവനല്ല ഞാനെന്ന് ഉറപ്പുള്ളപ്പോഴും ഷാജൻ സ്കറിയ ഉണ്ണിക്കെതിരെ നാവോങ്ങിയത് അനീതിയാണെന്ന എൻ്റെ ബോധ്യം എൻ്റെ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കിടാതെ പറ്റില്ല എന്ന് പറയുന്ന തോന്നലുണ്ടായതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. മാത്രവുമല്ല, മാധ്യമ പ്രവർത്തകനല്ലാത്ത ഈ പോങ്ങൻ കാണിച്ച മാധ്യമധർമ്മം പോലും ഷാജൻ സ്കറിയയുടെ മാധ്യമ സ്ഥാപനം പ്രകടിപ്പിക്കാത്തത് മര്യാദയല്ല എന്ന് പറയുന്ന വിശ്വാസവും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഉണ്ണി വിരുദ്ധരുടെ ന്യായീകരണ വാക്കുകൾ വിശ്വാസത്തിലെടുത്ത ഷാജൻ സ്കറിയ ഉണ്ണി മുകുന്ദന്റെ വിശദീകരണ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെയാണ് വീഡിയോ ചെയ്തതെന്ന് പറയുന്ന ബോധ്യം അദ്ദേഹത്തിന്റെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കുണ്ടായി. സൗഹൃദ ശാസ്ത്രം അനുസരിച്ച് കൂട്ടുകാർക്ക് പിണങ്ങാം, അത് പോങ്ങനറിയാം. ശത്രുത വൈരാഗ്യ വർത്തമാനങ്ങളിലൂടെ പങ്കിടുകയും ചെയ്യാം, അതിലും തെറ്റുകുറ്റങ്ങൾ പറയാനില്ല. എന്നാൽ അത് സാമൂഹ്യ മാധ്യമത്തിലേക്ക് വാർത്താരൂപത്തിൽ പങ്കിടുന്നത് മാധ്യമധർമ്മമല്ല, അല്ലെങ്കിൽ അത് ധർമ്മബുദ്ധിയേ അല്ല. ഈ വിഷയം ആവർത്തിച്ച് സംസാരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഉണ്ണി മുകുന്ദൻ അധർമ്മത്തിനും അനീതിക്കും അന്യായത്തിനും അകാരണമായി ഇരപ്പെട്ടു എന്ന് പറയുന്ന എൻ്റെ ബോധ്യമാണ്. സിനിമാ നടൻ എന്നത് മറന്നേക്കൂ. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമൊക്കെയുള്ള ഒരു സാധാരണ യുവാവ് കൂടിയാണല്ലോ ഉണ്ണി മുകുന്ദൻ, അല്ലേ? ഏതാനും അതിശക്തരായിട്ടുള്ള വ്യക്തികളുടെ ശത്രുതയ്ക്ക് പാത്രമായെന്നതുകൊണ്ട് അയാൾ അന്യായം അനുഭവിക്കേണ്ടവനാണെന്ന അഭിപ്രായം തീർച്ചയായിട്ടും ഈ പോങ്ങനില്ല. കാരണം ഈ പോങ്ങൻ ഒരു കനദാസനം താങ്ങിയല്ല. ഉണ്ണി മുകുന്ദൻ്റെ ശത്രുക്കളോളം സ്വാർത്ഥത ഉണ്ണിക്കില്ല എന്നത് എനിക്ക് ഉറപ്പുള്ള സംഗതിയാണ്. അതുപോലെ ഉണ്ണി വിരുദ്ധർ പേറുന്ന സാമൂഹ്യ വിരുദ്ധതയുടെ 1000-1 സാമൂഹ്യ വിരുദ്ധത പോലും ഉണ്ണിയുടെ ഉള്ളിലില്ല എന്നും എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കേവലം ഒരു സിനിമാ കാര്യമായിട്ടല്ല ഞാൻ ഈ ഉണ്ണി വിഷയത്തെ കാണുന്നതെന്നുള്ളതാണ് സത്യം. സാമൂഹ്യ മൂല്യമുള്ള ചലച്ചിത്ര തൊഴിലാളികളും ആരാധക സമ്പത്തുള്ള താരപരിഷകളും സ്വാധീന ശേഷിയുള്ള ജനസേവന വ്യവസായികളും അതുപോലെ തന്നെ വിശ്വാസ്യത നേടിയെടുത്തിട്ടുള്ള മാധ്യമ പ്രവർത്തകരും ഒന്നു ചേർന്നാൽ ഈ സമൂഹം അധർമ്മത്തിൻ്റെ ആലയമായി മാറുമെന്ന് പറയുന്ന തിരിച്ചറിവോടുകൂടി വേണം നമ്മൾ ഈ ഉണ്ണിക്കഥ പറയാനും കേൾക്കാനും ചർച്ച ചെയ്യാനുമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഇത് കേവലം ഒരു സിനിമാ കാര്യമല്ല, ഗൗരവത്തോടെ സമീപിക്കേണ്ടതായിട്ടുള്ള സാമൂഹ്യ വിഷയം തന്നെയാണ്. എന്നെ വിളിച്ച സംവിധായകൻ ഉണ്ണിയിൽ ആരോപിച്ചിട്ടുള്ള പ്രധാന കുറ്റങ്ങളും കുറവുകളും അത് എന്തൊക്കെയാണ് എന്ന് ആദ്യം തീർച്ചയായിട്ടും ഞാനൊന്ന് പറയാം. ഉണ്ണിക്ക് രാഷ്ട്രീയത്തിൽ അടിസ്ഥാന അറിവ് പോലുമില്ല. അങ്ങനെയുള്ള ഉണ്ണിക്ക് ഇന്നത്തെ നിലയിലൊരു പ്രതിച്ഛായ ഉണ്ടാക്കി കൊടുത്തത് ഞങ്ങളാണ്, അതായത് ചലച്ചിത്ര പ്രവർത്തകനും അദ്ദേഹത്തിൻ്റെ സംഘവും. എന്നാൽ ഉണ്ണിയുടെ മനോഭാവത്തിൽ മാറ്റങ്ങൾ വന്നു. തൻ്റെ 2ാമത്തെ പടത്തിൽ അഭിനയിക്കാൻ ഉണ്ണി വിസമ്മതിച്ചതും ആ കഥയ്ക്ക് ഒരു കന്നഡ സിനിമയുമായി വളരെ സാമ്യമുണ്ട് എന്ന് പറഞ്ഞതും ഉണ്ണിയുടെ അഹങ്കാരമാണ്. മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ വിജയത്തിന് ശേഷം ഉണ്ണിയുടെ അഹങ്കാര നിലയിൽ അഭൂതപൂർവമായിട്ടുള്ള വളർച്ച ഉണ്ടായിട്ടുണ്ട്. ഉണ്ണി പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി. കൊച്ചിയുടെ ഹൃദയഭാഗത്ത് കോടാനുകോടി രൂപയുടെ വസ്തു വാങ്ങി ഉണ്ണി വീട് വയ്ക്കുന്നുണ്ട്. സൂപ്പർ മെഗാ താരങ്ങളെ വേണ്ട വിധം ഉണ്ണി മാനിക്കുന്നില്ല. അതുപോലെ മാർക്കോയ്ക്ക് ശേഷമുള്ള സിനിമ സൂപ്പർ താരത്തിൻ്റെ വിതരണ കമ്പനിയിലൂടെ വിപണിയിൽ എത്തിക്കുന്നതിൽ ഉണ്ണിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. സൂപ്പർ മെഗാ താരങ്ങളെപ്പറ്റി ഉണ്ണി പറഞ്ഞതെല്ലാം റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഉണ്ണി സുഡാപ്പികളുമായി ചേർന്ന് സിനിമ ചെയ്യുന്നു.
നമ്മൾ പരസ്യമായി തള്ളിപ്പറഞ്ഞാൽ സുഡാപ്പികൾ ഉണ്ണിയെ ഏറ്റെടുത്ത് കളയും. അതുകൊണ്ട് ഉണ്ണി സംഖ്യയല്ല എന്ന് പറയാതിരിക്കുന്നതാണ് പോങ്ങാൻ നല്ലത്. നമ്മുടെ ആളുകൾ ഉണ്ണിക്ക് പടം കൊടുക്കില്ല, സുഡാപ്പികളും ഉണ്ണിയെ സ്വീകരിക്കില്ല. അതോടെ ഉണ്ണി അസ്തമിച്ചോളും. ഉണ്ണി മുകുന്ദൻ സംവിധാനം ചെയ്യാനിരുന്ന പടത്തിൽ നിന്ന് നിർമ്മാതാവ് ചേട്ടൻ പിന്മാറിയിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ സത്യം പറഞ്ഞ നിർമ്മാതാവ് ചേട്ടനെ പിന്മാറ്റിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടായി ആ സ്വരത്തിൽ നിന്ന്. എന്തായാലും ഇതെല്ലാം മനസ്സിൽ വെച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്താൽ വളരെ നന്നായിരിക്കും. ഉണ്ണി വിരോധിയായിട്ടുള്ള ചലച്ചിത്രകാരൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ് കേട്ടോ. ഇനി ഇദ്ദേഹത്തിന് എൻ്റെ നമ്പർ കൊടുത്ത വ്യക്തി, അദ്ദേഹം ഈ ഉണ്ണിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരുവനാണ് എന്ന പ്രതീതി സമൂഹത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള ഒരുവനാണ്. ഒരുമിച്ച് നിന്ന് സെൽഫിയൊക്കെ എടുത്ത് ഉണ്ണിക്ക് നല്ല കാലം ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉണ്ണിയെ സംഖ്യയായി ഇവരെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് ബോധപൂർവം അവതരിപ്പിച്ചിറക്കിയ കാലത്ത് ഉണ്ണിക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സെൽഫിയൊക്കെ ഇട്ട് ഉണ്ണിയുടെ പ്രിയപ്പെട്ടവരിലേക്ക് അത് പോട്ടെ, അല്ലെങ്കിൽ ഞാനതൊന്നും കൂടുതൽ പറയുന്നില്ല. എന്തായാലും ഉണ്ണി മുകുന്ദനെ ഒറ്റാൻ ആ വ്യക്തിയും കൂടെ നിന്നു എന്നുള്ളതാണ്. ഉണ്ണിയുടെ സുഹൃത്തായി നടിക്കുന്ന ആ വ്യക്തി പോലും, അല്ലെങ്കിൽ ഉണ്ണിയുടെ മുന്നിൽ സുഹൃത്തായി നിൽക്കുന്ന ആ വ്യക്തി പോങ്ങൻ്റെ നമ്പർ കൊടുത്തിരിക്കുകയാണ് സുഹൃത്തായിട്ടുള്ള ഈ ചലച്ചിത്രകാരന്. എന്തിനാണ്? പോങ്ങൻ വിളിച്ച് പറഞ്ഞോളും, നല്ലത് ഉണ്ണിക്കിട്ട് കൊടുത്തോളും, ഒന്ന് എരി വെച്ച് കൊടുത്താൽ മതി പോങ്ങനിട്ട്. അതായത് ഉണ്ണി മുകുന്ദൻ സംഖ്യകളെ ചതിക്കുന്നു, ഉണ്ണി മുകുന്ദൻ സുഡാപ്പികളോട് ചേരുന്നു എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ പോങ്ങൻ, ആ സംഖ്യപ്പോങ്ങൻ അതിലങ്ങ് കൊത്തിക്കോളും, ഉണ്ണി മുകുന്ദനെ എടുത്ത് അലക്കിക്കോളും എന്ന് പറഞ്ഞ് നമ്പർ കൊടുത്തതും എന്നേക്കാൾ വലിയ ഒരു മനുഷ്യനാണ്. എന്നേക്കാൾ വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും വലിപ്പം ഉണ്ടെന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ കേൾവിക്കാരുള്ള, എന്നേക്കാൾ കൂടുതൽ സമൂഹം വിശ്വസിക്കുന്ന, എന്നേക്കാൾ കൂടുതലായി സമൂഹം അംഗീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ നമ്പർ കൊടുത്തിരിക്കുന്നത് ഉണ്ണിയെ ചീത്ത വിളിക്കാൻ. അവരുടെയൊക്കെ മനസ്സിൽ എനിക്കുള്ളത് ഒരു സാംസ്കാരിക ഗുണ്ടയുടെ റോളാണ്. എനിക്കതപ്പോഴേ മനസ്സിലായി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. ഇതൊക്കെയാണ് ആ ചലച്ചിത്ര പ്രവർത്തകൻ എന്നെ വിളിച്ച് പറഞ്ഞത്. ഉണ്ണിയെക്കുറിച്ച് വീഡിയോ ചെയ്യണം, ഉണ്ണിയെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കണം. ഇതാണ്. ഇനിയിപ്പോൾ ചലച്ചിത്രകാരൻ പറഞ്ഞതിൽ നിന്നും ഈ പോങ്ങൻ ഖനനം ചെയ്തെടുത്ത പൊരുളുകൾ കൂടി നിങ്ങളുമായി ഞാനൊന്ന് പങ്കിടാം. It means nothing.